നോക്കണം. ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പൈപ്പിൽ ഇങ്ങനെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് വീണു, ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത വാട്ടർ ഡ്രോപ്ലെറ്റ് വീഴും, ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത വാട്ടർ ഡ്രോപ്ലെറ്റ് വീഴും. ഇത് കൃത്യമായിട്ടുള്ള ടൈം ഇന്റർവെൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വാട്ടർ ഡ്രോപ്ലെറ്റ് ഇപ്പൊ t=0 തുടങ്ങി എന്ന് വിചാരിക്കുക. അടുത്ത വാട്ടർ ഡ്രോപ്ലെറ്റ് എവിടെയായിരിക്കും വീഴുക? ഒരു നിശ്ചിത ടൈം ടി കഴിയുമ്പോഴത്തേക്ക് അടുത്ത വാട്ടർ ഡ്രോപ്ലെറ്റ് വീഴും. അപ്പോൾ ഒന്നാമത്തെ വാട്ടർ ഡ്രോപ്ലെറ്റ് നടുക്ക് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് മൂന്നാമത്തെ വാട്ടർ ഡ്രോപ്ലെറ്റ് വീഴുമ്പോൾ ഒന്നാമത്തെ വാട്ടർ ഡ്രോപ്ലെറ്റ് തറയിൽ തൊടുമെന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ വാട്ടർ ഡ്രോപ്ലെറ്റ് എവിടെ ആയിരിക്കും? നേരത്തെ ഒന്നും നിന്നില്ലേ, അതേ സ്ഥലത്തായിരിക്കും. ഓക്കെ അല്ലെ? കറക്റ്റ് ഇന്റർവെൽ ഓഫ് ടൈമിലല്ലേ വീഴുക. അപ്പോ ആദ്യം t സെക്കൻഡ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വാട്ടർ ഡ്രോപ്ലെറ്റ് വീണു, t സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ വാട്ടർ ഡ്രോപ്ലെറ്റ് വീണു. അപ്പൊ മൊത്തം സപ്പോസ് ഈ ഒരു തുള്ളി ഇവിടെ എത്താൻ വേണ്ടി t ടൈം എടുത്തെങ്കിൽ ഈ തുള്ളി ഇവിടെ എത്താൻ വേണ്ടി എത്ര ടൈം എടുത്ത് കാണും? അതിന്റെ പകുതി ടൈമില്ല. മൂന്ന് ഒരുമിച്ചല്ലേ വീഴുക, മീൻസ് മൂന്നും കൃത്യമുള്ള ടൈം ഇന്റർവെല്ലില്ലേ വീഴുക. അപ്പോ ഇവിടുന്ന് ഇവിടം വരെ t ടൈം എടുത്തെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ എത്ര എടുത്താണ്? t/2 എടുത്താണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് t കണ്ടുപിടിക്കാം. നമുക്കിവിടെ എസ് ഉണ്ട്, നമുക്കിവിടെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള വെച്ചിട്ട് നമുക്ക് t കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് അതിന്റെ പകുതി എടുത്താല് നമുക്ക് t/2 കിട്ടൂലേ? ചെയ്ത് നോക്കണം. സോ നമ്മൾ ഫസ്റ്റ് t കണ്ടുപിടിക്കുക. t എങ്ങനെ കണ്ടുപിടിക്കുക? s=ut + ½ at² എടുക്കുക. ഓക്കെ, അപ്പൊ എസ് എത്ര? 8. 8=ut0 + ½ g. 10/2 എത്ര? 5t². ഇനി 8/5 = t² എന്ന് കിട്ടി. ഇതിന് ഇനി നമ്മൾ ചുരുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ടഫായിരിക്കും. 8/5 ഒരു പോയിന്റ് ഉള്ള വാല്യൂ കിട്ടും, അതിന്റെ റൂട്ട് എടുക്കുക എന്ന് പറഞ്ഞ ടാസ്ക് ആയിരിക്കും. ഇത് അവിടെ നിൽക്കട്ടെ, ഈ വാല്യൂ അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ ഇത്ര ടൈമിലാണ് ഈ ഒരു ടൈമിലാണ് ഈ ഒന്നാമത്തെ തുള്ളി താഴെ എത്തിയത്. ഓക്കെ, ഈ രണ്ടാമത്തെ തുള്ളി ഇവിടുന്ന് ഇവിടം വരെ എടുക്കാൻ എത്ര ടൈം എടുക്കും എന്ന് പറഞ്ഞു? t/2. അതുകൂടെ ഒന്ന് കണ്ടുപിടിച്ചാലോ? s=u t/2 + ½ g t/2 എന്താണ്? ഈ t/2 ടൈം കൊണ്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്ത് അറിയാൻ വേണ്ടിയാ, അതായത് ഇവിടുന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ്. അപ്പൊ എന്ത് ചെയ്യാ? ഇത് 0 ആണ്. അപ്പൊ s=½ g എന്ന് പറഞ്ഞാൽ 5 × t/2 അല്ലെ? s=5 × t²/4 അല്ലെ? t²/4. അപ്പോ t² എത്ര? t²ന്റെ വാല്യൂ നമുക്കറിയാം. 8/5 അല്ലേ? അപ്പൊ എന്ത് കിട്ടും? = 5 × 8/5 ÷ 4 അല്ലേ? ഈ 5 വെട്ടിപ്പോയി, ബാക്കി എന്ത് കിട്ടി? 8/4 2 കിട്ടി. അതായത് ഇവിടുന്ന് ഇവിടം വരെ എത്താൻ വേണ്ടി എത്ര സമയം എടുക്കും? 2 സെക്കൻഡ് എടുക്കും. സോറി, നമുക്കിവിടെ എസ് കിട്ടിയത്. എസ് എത്ര? ഇവിടുന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് 2 സെക്കൻഡ്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇവിടുന്ന് ഇവിടം വരെ അടുക്കാനുള്ള ഡിസ്റ്റൻസ് എത്ര ആണ് ചോദിച്ചേക്കുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് ആ വാട്ടർ ഡ്രോപ്ലെറ്റ് എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് ചോദിച്ചേ. ഇവിടുന്ന് ഇവിടുന്നുള്ള ഡിസ്റ്റൻസ് 8 നമുക്കറിയാം. അപ്പോ ഇവിടുന്ന് ഇവിടുന്നുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 8 - 2 അല്ലേ? കേട്ടോ? അപ്പോ ഹൈറ്റ് h=8 - 2 that is 6 meter.